റിലാക്സിങ്. ഗുഡ് മോർണിംഗ്. ബോധം വന്നോ? ഇന്നലെ ഇതിട്ടുണ്ടാണ് രോഹിത്, നീ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കുടിക്കാൻ തുടങ്ങിയ പിന്നെ നിനക്ക് യാതൊരു ബോധവുമില്ല. ഫംഗ്ഷനിൽ നീ ഭയങ്കരമായി കുടിച്ചിട്ട് നീ എവിടെയാ പോയി വീണതെന്ന് അറിയാമോ? ആകാശ് നിന്നെ എടുത്തിട്ട് വന്നില്ലായിരുന്നെങ്കിൽ രാത്രി നിന്റെ അവസ്ഥ എന്തായേനെ? നീ എന്നെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഞാൻ എത്ര നാണം കിട്ടുമെന്ന് അറിയാമോ? ആകാശ് എന്നെ എടുത്തോണ്ട് വന്നോ? ആകാശ് കൂടെ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ അവിടെ തന്നെ വിട്ടിട്ട് വന്നേനെ. അവന്റെ റിയൽ ഇന്റൻഷൻ എന്താണെന്ന് എനിക്കറിയാടി. രോഹിത്, നീ അവനെ തെറ്റിദ്ധരിക്കുകയാണ്. അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. അതിന് നീയാണ് അവനോട് നന്ദി പറയേണ്ടത്. അവൻ നിന്നെ വളയ്ക്കാൻ വേണ്ടി എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയത്. അവന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. രോഹിത്, എവിടെ പോവാ? പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ. രോഹിത്, കലൈ, എന്ത് പറ്റി? പൂജിതയെ കാണുന്നില്ലല്ലോ. വീണ്ടുമോ? ആ കല്ലറയുടെ അടുത്ത് നോക്കിയോ? എല്ലായിടത്തിലും നോക്കി, ഒരിടത്തിലും ഇല്ല. അവളെ ഇപ്പോഴും ഇങ്ങനെ തന്നെ കാണിക്കുന്നേ. ശരി ശരി, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. എന്തു പറ്റി ആകാശ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, വീണ്ടും പൂജിതേനെ കാണുന്നില്ലെന്ന്. പൂജിതയോ? അവക്ക് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. കുറെ നേരമായിട്ട് നോക്കുന്നു. എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കേ. നിങ്ങൾ റിസോർട്ടിൽ എല്ലായിടത്തും നോക്കിയായിരുന്നോ? എല്ലായിടത്തിലും നോക്കി, ഒരിടത്തിലും ഇല്ല. എവിടെ ഇല്ലെങ്കിൽ ആകാശേ, ഓർത്തോളാ. എന്താ ശിവ അവിടെ പ്രശ്നം? അല്ല, പൂജിതയെ കാണാനില്ലത്രേ. പൂജിതയെ കാണുന്നില്ലെന്നോ? ഇവനായിരിക്കും അവളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക. ബ്രോ, കുടിച്ചിട്ട് എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് ഒന്നും പറ്റിയില്ലല്ലോ. എല്ലാത്തിനും നീയാണ് കാരണം. എനിക്ക് പതുക്കെ നടക്ക്. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ? എന്താ വരികണേ? ബിഗ് ബോസിൽ അടി കൊടുത്ത പോലെയാണല്ലോ അടി കൊടുത്തത്. ഒന്ന് മാറിക്കേ. എന്താ കാണിക്കുന്നത്? രോഹിത്, വേണ്ട, അവനൊന്നും ചെയ്യല്ലേ. ഇതെന്താ വീണ്ടും? രോഹിത്, വേണ്ട. രോഹിത്, വേണ്ട. രോഹിത്, നിക്കാൻ പറ. എന്തായി കാണിക്കുന്നേ? ഞാൻ നിന്നെ കൊല്ലാതെ വിടില്ല. രോഹിത്, പറയുന്ന കേക്ക്. അവനെ വിട്. രോഹിത്, വിടവനെ. വിട്ടേക്ക്. ആകാശ്, പെട്ടെന്ന് പോ.
എല്ലാരെയും വിളിച്ചോണ്ട് അകത്തോടോ. ശിവ പോലീസ് എന്താ ഇവിടെ? സാർ ഒന്ന് നിൽക്ക് സാർ. അകത്തോടാ. ഞാനാണ് സാറേ ഈ റിസോർട്ടിന്റെ മാനേജർ. അകത്ത് പോകാനല്ലേ പറഞ്ഞത്? വരാം സാറേ. വാടാ അവിടെ. ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. മര്യാദയ്ക്ക് പറയുന്നത് കേൾക്കുന്നുണ്ടോ അതോ സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പോണോ? സാർ ആകാശ് ഒന്നും ചെയ്തില്ല, പിന്നെ എന്തിനാ അവനെ പിടിക്കുന്നേ? സാർ സാർ ഇയാളാരാ സാർ? ഇദ്ദേഹമാണോ പുതുതായിട്ട് വന്ന നമ്മുടെ AC എസിയോ? അതിവീര പാണ്ഡ്യൻ. അടി ഉണ്ടാക്കിയമാരെല്ലാം ഓരോരോ റൂമിനകത്ത് കയറ്റി അടച്ചോളൂ. സാർ നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയില്ല സാർ. അവനൊന്നും വെറുതെ വിടരുത്. കുടിച്ചിട്ട് അവനാ പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ ഞങ്ങൾക്കറിയാം. നീ അകത്ത് പോടാ. സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല. മിണ്ടാതെ തുടങ്ങാൻ ഇരിക്കാൻ നോക്ക്. സാർ റൂമിനകത്ത് സാർ എന്നെ എന്തിനാ ഇങ്ങനെ അകത്ത് വെച്ച് ലോക്ക് ചെയ്യുന്നേ? സാർ ഞാൻ കുറ്റവാളിയല്ല സാർ. ഹലോ സാർ, സാർ എന്നെ എന്തിനാ അകത്താകണേ? സാർ സാർ എന്നെ പുറത്തേക്ക് വിടും സാർ. ഇല്ല സർ. സർ പ്ലീസ് സർ. സർ, വാതിൽ തുറക്കൂ. പ്ലീസ് സർ, എന്തിനാ അവനെ ലോക്ക് ചെയ്ത് വെക്കുന്നേ? നിങ്ങളെല്ലാരും ചേർന്ന് എന്താണ് ഡ്രാമ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഡോ നീയല്ലേ വാച്ച്മാൻ? രണ്ടുപേരും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നീ വെറുതെ കണ്ടോണ്ടിരിക്കുന്നത്. സാർ ഞാനൊരു പിടിച്ചു മാറ്റാനായിട്ട് നോക്കുമായിരുന്നു സാർ. അപ്പോഴാണ് നിങ്ങൾ വന്നത്. സാറേ ഗസ്റ്റ് റൂമിൽ വെച്ച് അവർ തല്ലുകൂടിക്കൊണ്ടിരുന്നേ, അതുകൊണ്ട് ഞങ്ങൾ തടഞ്ഞു നിർത്താൻ നോക്കിയതാ. സർ സർ അവന് വെറുതെ വിട് സർ. നിങ്ങളല്ലേ ആ കുടിയാരന്റെ ഭാര്യ? ദേ അങ്ങോട്ടിരുന്നേ. സർ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. സാറ് വരുന്നവരേക്കും മര്യാദയ്ക്ക് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. ഹലോ, മറ്റുള്ള ആൾക്കാരെല്ലാം അവിടെ നിന്നേ. സാർ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് എല്ലാവരും മറുപടി പറയണം. നീ പറടാ. സാറേ ഗസ്റ്റിന്റെ കൂടെ വന്നൊരു പെണ്ണിനെ കാണാനില്ല സാറേ. അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറൊരു ഗസ്റ്റ് ആവശ്യമില്ലാതെ വെള്ളം അടിച്ചു വന്ന് തല്ലുണ്ടാക്കിയതാ. ഹലോ, അവനിപ്പോ കുടിച്ചിട്ടൊന്നുമല്ല വന്നത്. ചുമ്മാ എന്തേലും പറയണ്ട. സാർ ആ ആകാശ് എന്ന് പറയുന്നവനാണ് ഇങ്ങോട്ട് വരുമ്പോൾ 2 പെൺപിള്ളേരെയും കൊണ്ട് വന്നത്. അവനാണ് ഇവിടെയുള്ള പെൺപിള്ളേരുടെ പുറകെ മുഴുവൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. സാർ ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാതെ. ആകാശിനെ എനിക്ക് 10 വർഷം കൊണ്ട് അറിയാം. അവൻ നല്ല ചെറുക്കനാ. ഇവരുടെ ഭർത്താവാ കുടിച്ചോണ്ട് ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ. അതെ, എന്റെ ഭർത്താവ് കുടിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. പിന്നെ നിനക്കെന്തിനാ പ്രശ്നം? സർ, എന്റെ ഹസ്ബൻഡ് ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ട് പോലുമില്ല. എന്നാൽ ആകാശ് അവനൊരു വല്ലാത്ത പെരുമാറ്റം. അതറിയോ നിനക്ക്? സാർ രോഹിത് കുടിക്കുന്ന ആളൊക്കെ തന്നെയാ, പക്ഷെ വളരെ നല്ലവനാ സാർ. സാർ ഈ പ്രേമള് പറഞ്ഞത് സത്യമാ സാർ. ഇവരുടെ കൂടെ ഒന്നൊരു പെണ്ണിനെ കാണാനില്ല എന്ന് പറഞ്ഞ്. തന്നോട് ആരാ സംസാരിക്കാൻ പറഞ്ഞത്? പോയി ഗേറ്റ് നടത്തിക്കേ. ഇവിടുന്ന് ആര് പോണം പോണ്ടെന്ന് സാറാണ് തീരുമാനിക്കേണ്ടത്. അല്ല നീ ആരാ? സർ ഞാനാണ് സാർ ഈ റിസോർട്ടിന്റെ ഇൻചാർജ്. ഇൻചാർജോ? അപ്പൊ നിന്നെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. സർ ഞാൻ വെറും ഇൻചാർജ് മാത്രമാണ് സർ. സാർ ഇവിടെ മാനേജർ വന്ന പിന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് സാർ ചെയ്യുന്നത്. സാറേ എന്ന് വെച്ചാൽ ആരേത് റൂമിലാ പോകുന്നത്, ആരാ വന്ന് വെള്ളം ഒഴിച്ച് തല്ലുണ്ടാക്കുന്നത്, ഇതൊക്കെ നോക്കി നിൽക്കാൻ പറ്റുമോ സാറേ? ഹലോ, കാടിനുള്ള റിസോർട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ആരെങ്കിലും കാണാതെ പോയി എന്റെ ഹസ്ബൻഡ് റെസ്പോൺസിബിൾ എന്ന് പറയണോ? സർ ഇവിടെ പ്രശ്നം തന്നെ വേറെയാണ്. അതെ, നിങ്ങളുടെ ഭർത്താവാണ് വെള്ളം ഒഴിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എത്ര പ്രാവശ്യമായി പറയുന്നു അങ്ങനെ കുടിച്ചിട്ടില്ലെന്ന്? വീണ്ടും വീണ്ടും അതന്നെ പറഞ്ഞു. നേരം വെളുക്കുന്ന മുമ്പ് രണ്ടുപേരും വെള്ളം ഒഴിച്ചിട്ട് ബേളം ഉണ്ടാക്കായിരുന്നു സാറേ. നിങ്ങൾക്ക് കുറ്റം ചേർത്താൻ എന്റെ ഭർത്താവിനെ കിട്ടിയുള്ളൂ. നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എന്താന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് മാത്രം അത് മനസ്സിലാവുന്നില്ലേ? ഭർത്താവ് കുടിക്കില്ലത്രേ, സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു. ഹലോ, മൈൻഡ് യുവർ വേർഡ്സ്. കുടിച്ചതും പോരാഞ്ഞിട്ട് ഞങ്ങൾ ഗസ്റ്റിനെ അടിക്കുകയും ചെയ്തു. കുറെ നേരമായല്ലോ നിങ്ങൾ വല്ലാതെ അങ്ങ് സംസാരിച്ചോണ്ടിരിക്കുന്നു. സ്റ്റോപ്പ് ഇറ്റ്. ഇവരിത് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? സർ സോറി സർ. സാർ ഇവരെല്ലാരും എന്തോ മറക്കുന്നുണ്ട് സാർ. ഇവരെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തി ചോദിച്ചാൽ ഒന്നും പറയില്ല. ഓക്കെ, ഓരോരുത്തരായി ചോദിക്കും.